Hello my dear students, welcome to Learner's World. In this video I am going to talk about a poem analysis to Anactoria in Lydia by Sappho. Sappho was an ancient Greek female poet. She wrote lyrical poetry famous for its intense passion and description of love. അപ്പോൾ സാഫോ ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഫീമെയിൽ പോയിറ്റാണ്. ലിറിക്കൽ പോയട്രികളാണ് സാഫോ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയട്രിയിൽ സാഫോ ഫേമസ് ആവാനുള്ള കാരണം ഫോർ ഇറ്റ്സ് ഇൻറ്റൻസ് പാഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലവ്. അവളുടെ ഇൻറ്റൻസ് പാഷൻ അതുപോലെ ലവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി ഇതിലൊക്കെയാണ് അവൾ ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സാഫോ ഈസ് റെഫേർഡ് ടു ആസ് സംടൈംസ് എ ലെസ്ബിയൻ. അതായത് സാഫോയെ സംടൈംസ് അവളെ ലെസ്ബിയനായിട്ട് റെഫർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ വേർഡ് ലെസ്ബിയൻ ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ഹെർ പ്ലേസ് ഓഫ് ബർത്ത് ലെസ്ബസ്. അതിനുള്ള കാരണം അവളെ ചില സമയത്ത് ലെസ്ബിയനായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം അവളുടെ ബർത്ത് ഓഫ് പ്ലേസ് ലെസ്ബസ് എന്നുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഈ ഒരു ലെസ്ബിയൻ എന്നുള്ള വേർഡ് ഈ ഒരു സാഫോയുടെ ബർത്ത് ഓഫ് പ്ലേസ് ആയിട്ടുള്ള ലെസ്ബസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ഈസ് നോ ഹാഡ് എവിഡൻസ് ഓഫ് ഹർ സെക്ഷുവാലിറ്റി. സാഫോയുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ട് ഒരു വലിയ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഹർ പോംസ് എക്സ്പ്രസ് ഗ്രേറ്റ് പാഷൻ ഫോർ എ വെറൈറ്റി ഓഫ് പീപ്പിൾ ബോത്ത് മെൻ ആൻഡ് വുമൻ. നമുക്ക് സാഫോയുടെ പോംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും അവൾക്ക് ഗ്രേറ്റ് പാഷൻ ഫോർ എ വെറൈറ്റി ഓഫ് പീപ്പിൾസ് ബോത്ത് മെൻ ആൻഡ് വുമണിനോട് ഒരു ഗ്രേറ്റ് പാഷൻ ഉള്ളതായിട്ട് അവളുടെ പോംസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ പോയട്രി ഓഫ് സാഫോ ഓഫൺ റിവോൾവ്സ് അറൗണ്ട് തീംസ് ഓഫ് ലവ് ആൻഡ് പാഷൻ. സാഫോയുടെ പോയട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന തീംസ് എന്ന് പറയുന്നത് ലവ് ആൻഡ് പാഷനാണ്. ഹെർ പോംസ് ഹാസ് എ ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ്. പിന്നെ സാഫോയുടെ പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള പോംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ അത് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്നാണ് പറയുന്നത്. ദ സ്റ്റൈൽ ഈസ് ഓഫൺ കോൺവെർസേഷണൽ. അതുപോലെ പോയട്രിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് കോൺവെർസേഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. One legend about the death of Sappho is that she ended her life by throwing herself off the Locadian rock out of love for a young sailor called Fan. Okay, അതായത് ഒരു ലെജൻഡിൽ ഈ സാഫോയുടെ ഡെത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് അവളുടെ ലൈഫ് എൻഡ് ചെയ്തത് അവൾ സ്വയം അവളെ തന്നെ ഒരു റോക്കിലേക്ക് എറിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ആ റോക്കിൻ്റെ പേരാണ് ലുക്വാഡിയൻ റോക്ക് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലവ് ഫോർ എ യങ് സൈലർ കോൾ ഫാൻ. അതായത് അവൾക്കൊരു ലവ് ഉണ്ടായിരുന്നു, ഒരു യങ് സൈലർ, അയാളുടെ പേരാണ് ഫാൻ എന്നുള്ളത്. അയാളുമായിട്ടുള്ള ഒരു ലവ് ഫെയിലിയർ മൂലമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. The Anactoria poem by Sappho is a love poem with philosophy at its heart, in which Sappho considers what is beautiful and what is meaningful. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ദ അനക്ടോറിയ പോം എന്ന് പറയുന്നത് ഒരു ലവ് പോയാണ്. സാഫോയുടെ ഒരു ലവ് പോമാണ്. ഇതിൽ നമുക്ക് ഫിലോസഫി ഒക്കെ കാണാൻ കഴിയും. അതുപോലെ സാഫോ ഈ ഒരു പോയത്തിൽ വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് ഈസ് മീനിങ് ഫുൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. The Anactoria poem is widely read love poem in which Sappho uses the story of Helen of Troy to speak on the nature of beauty. അപ്പോൾ ഈ ഒരു പോം ഒരു ലവ് പോയമാണ്. അതിൽ സാഫോ ഒരു അല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോറി, ഹെലൻ ഓഫ് ട്രോയുടെ സ്റ്റോറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു സ്പീക്ക് ഓൺ ദ നേച്ചർ ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടിയുടെ നേച്ചറിനെ കുറിച്ചിട്ട് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ടു അനക്ടോറിയ ഇൻ ലിഡിയ ബൈ സാഫോ. Some say thronging cavalry, some say foot soldiers. Others call a fleet the most beautiful of sights the dark earth offers. But I say it's whatever you love best. Okay,
In these lines, the speaker begins by suggesting some of the things that people find beautiful. അപ്പോൾ ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്നത് നമ്മളുടെ സ്പീക്കർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് തിങ്സിനെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ്, അതായത് ആളുകൾ ബ്യൂട്ടിഫുൾ ആണ്, അതായത് ചില സം തിങ്സ് ബ്യൂട്ടിഫുൾ ആണെന്ന് ആളുകൾ പറയുന്ന ആ ഒരു തിങ്സിനെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്പീക്കർ ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. These include fleets of ships and foot soldiers, grand sights that would likely feel more sublime and inspiring than loving and warm. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്പീക്കർ ഈ ഒരു പോയം ബിഗിൻ ചെയ്യുന്നത്, അതായത് പീപ്പിൾ കൺസിഡർ ആസ് ബ്യൂട്ടിഫുൾ തിങ്സ്, അതായത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സ് ആണ് എന്നുള്ള അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്പീക്കർ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആ ബ്യൂട്ടിഫുൾ തിങ്സ്? ദീസ് ഇൻക്ലൂഡ് ഫ്ലീറ്റ്സ് ഓഫ് ഷിപ്സ് മീൻസ് കപ്പൽപ്പട, അതുപോലെ ഫുഡ് സോൾജേഴ്സ് പാദസേവകർ, അതുപോലെ ഗ്രാൻഡ് സൈറ്റ്സ്, അതായത് ഗ്രാൻഡ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള കാഴ്ചകൾ. ദാറ്റ് വുഡ് ലൈക്ലി ഫീൽ മോർ സബ്ലിം ആൻഡ് ഇൻസ്പയറിംഗ് ദാൻ ലവിങ് ആൻഡ് വാം. അപ്പോൾ അതായത് ആളുകളെ ഈ ഒരു കാര്യങ്ങളെ, ഈ ഒരു തിങ്സ്, അതായത് ഫ്ലീറ്റ്സ് ഓഫ് ഷിപ്സ്, ഫുഡ് സോൾജേഴ്സ്, ഗ്രാൻഡ് സൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു തിങ്സ് വളരെയധികം സബ്ലിമായിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും ഒക്കെയാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ദാൻ ലവിങ് ആൻഡ് വാം, എന്തിനേക്കാൾ? ലവിങ് ആൻഡ് വാമിനേക്കാൾ കൂടുതൽ സബ്ലിമാണ്, ഇൻസ്പയറിംഗ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, then the word but in the third line of this stanza immediately informs the reader that the poet speaker does not feel the same way. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, some say thronging cavalry, some say foot soldiers, others call a fleet the most beautiful sights the dark earth offers. അതായത് ഇതിൽ പറയുന്നുണ്ട്, അതായത് ചില ആളുകൾ പറയും thronging cavalry എന്ന് പറയുന്നത് കുതിരപ്പട. സം സേ ഫുഡ് സോൾജേഴ്സ് മീൻസ് പാദസേവകർ. അതേഴ്സ് കോൾ എ ഫ്ലീറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് സൈറ്റ്സ് ദ ഡാർക്ക് എർത്ത് ഓഫേഴ്സ്. അതായത് ചില ആളുകൾ പറയും ഗ്രാൻഡ് സൈറ്റ്സ്, അതുപോലെ ഫ്ലീറ്റ്സ് ഓഫ് ഷിപ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് എന്ന് ചില ആളുകൾ, ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന് ചില ആളുകൾ പറയും. ബട്ട് ഐ സേ ഏതിനേക്കാൾ കൂടുതൽ ലവ് ആൻഡ് വാമിനേക്കാൾ കൂടുതൽ ബ്യൂട്ടിഫുൾ തിങ്സ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. ബട്ട് ഐ സേ ഇറ്റ്സ് വാട്ട് എവർ യു ലവ് ബെസ്റ്റ്. പക്ഷേ നമ്മളുടെ സ്പീക്കർ പറയുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പോയിറ്റ് സ്പീക്കർ ഡസ് നോട്ട് ഫീൽ ദ സെയിം വേ. ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഷീ ഡിക്ലെയർസ് ദാറ്റ് ഹെർ ലവേഴ്സ് പ്രിഫറൻസസ് ആർ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ടു ഹെർ. അപ്പോൾ സ്പീക്കർ ഡിക്ലെയർ ചെയ്യുന്നത് അവളുടെ ലവറിൻ്റെ പ്രിഫറൻസ് ആണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ടു ഹെർ എന്നാണ് പറയുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് അവളുടെ ലവറിൻ്റെ പ്രിഫറൻസസ്, ലവറിൻ്റെ ചോയ്സസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദിസ് പേഴ്സൺ Anactoria wants something, then that's what's beautiful to Sappho. അപ്പോൾ നമ്മളുടെ ഈ ഒരു പോയത്തിൽ Anactoria wants something, then that's what's beautiful to Sappho. അതായത് അനക്ടോറിയ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സാഫോക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലവറിൻ്റെ പ്രിഫറൻസ് ആണ് എപ്പോഴും നമ്മളുടെ സ്പീക്കറിന് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, and it's easy to make this understood by everyone, for she who surpassed all humankind in beauty, Helen, abandoning her husband that best of. Then in these lines
While it might seem like a hard thing to understand, Sappho knows this isn't true. She thinks it's easy to make others understand what this is like. She makes a comparison through an allusion to Helen of Troy, who abandoned her husband. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അല്യൂഷൻ നമ്മളുടെ സ്പീക്കർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റോറി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെലൻ ഓഫ് ട്രോയ്. ഓക്കെ, who abandoned her husband, he was the best of men, she says. അവൾ എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ ഹസ്ബൻഡിനെ അബാൻഡൻ ചെയ്യുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവൾ പറയാറുണ്ട് ഹി വാസ് ദ ബെസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഹി വാസ് ദ ബെസ്റ്റ് മാൻ എന്നൊക്കെ അവൾ പറയാറുണ്ട്. ഹസ്ബൻഡിനെ അങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അറ്റ് ഓഡ്സ് വിത്ത് ദ പോപ്പുലർ ഡെപിക്ഷൻ ഓഫ് മെനലസ് today, but works in Sappho's favor in providing her point. അതായത് മെനലസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഓഫ് ഹെലൻ ഓഫ് ട്രോയ് ആണ് മെനലസ് എന്ന് പറയുന്നത്. ഓക്കെ, Helen was willing to leave her husband, her home, parents and child behind in favor of wandering around with പാരീസ് ഇൻ ട്രോയ്. അപ്പോൾ ഹെലൻ ഓഫ് ട്രോയിയുടെ സ്റ്റോറിയിൽ ഹെലൻ എന്താണ് ചെയ്തിട്ടുള്ളത്? അവൾ അവളുടെ ഫാമിലി, അവളുടെ ഹസ്ബൻഡ്, അവളുടെ പാരൻസ്, ചൈൽഡ്, ഇവരെല്ലാവരെയും വിട്ടിട്ട് അവൾ എന്ത് ചെയ്തു? ഫേവർ ഓഫ് വാണ്ടറിങ് അറൗണ്ട് വിത്ത് പാരീസ് ഇൻ ട്രോയ്. അവൾ പാരീസ് ഇൻ ട്രോയ് അവിടെ വാണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, men went sailing off to the shores of Troy and never spent a thought on her child or loving parents when the goddess seduced her wits and left her to wander. Okay, it should be noted that some depictions of Helen, such as that written by Herodotus suggests that Paris kidnapped her. In Sappho's words, Aphrodite seduced her wits and encouraged her to live with the prince. അങ്ങനെ ഹെലൻ ഓഫ് ട്രോയ് അവളുടെ ഹസ്ബൻഡിനെയും ഫാമിലിനെയും എല്ലാവരെയും പാരൻസിനൊക്കെ വിട്ടിട്ട് അവൾ പാരീസിൽ വാണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോകുകയാണ്. ആ സമയത്ത് it should be noted that some depictions of Helen such as that written by Herodotus എന്ന് പറഞ്ഞാൽ ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ്, അതുപോലെ ഒരു ജോഗ്രഫറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ഹെലനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ വരുന്നതാണ് പാരീസിൽ വെച്ചിട്ട് ഹെലൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. അതുപോലെ in Sappho's words, Aphrodite seduced her wits. അപ്പോൾ സാഫോയുടെ വാക്കുകളിൽ ഇതിനെ പറയുന്നത് അഫ്രോഡൈറ്റ് എന്ന് പറയുന്നത് ആൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ഓഫ് സെക്ഷുവൽ ലവ് ആൻഡ് ബ്യൂട്ടിയാണ്. അതായത് ഒരു ആൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ആണ് അഫ്രോഡൈറ്റ്. ഒരു സെക്ഷുവൽ ലവ് ആൻഡ് ബ്യൂട്ടിയുടെ ഒക്കെ ഒരു ഗോഡസ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ഗോഡസ് സെഡ്യൂസ്ഡ് ഹെർ വിറ്റ്സ്, അവളുടെ വിറ്റ്സ് മീൻസ് അവളുടെ ഇൻ്റലിജൻറ്റിനെ ഈ ഒരു ഗോഡസ് സെഡ്യൂസ് ചെയ്തു എന്നാണ് സാഫോ പറയുന്നത്. ആൻഡ് എൻകറേജ്ഡ് ഹെർ ടു ലിവ് വിത്ത് ദ പ്രിൻസ്. അങ്ങനെ അവളെ അവിടെ നിന്ന് പ്രിൻസിൻ്റെ കൂടെ അവിടെ നിന്ന് പോവാൻ അവളെ എൻകറേജ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, she forgot them all. She could not remember anything but longing, and lightly straying aside lost her way. But that reminds me now, Anactoria. Helen forgot them all, and she couldn't remember loving anything except the longing in her heart. അതായത് ഹെലൻ എല്ലാം ഫോർഗറ്റ് ചെയ്തു, എല്ലാം മറന്നു എന്നാണ് പറയുന്നത്. ഷീ കുഡ് നോട്ട് റിമെമ്പർ എനിത്തിങ്, അവൾക്കൊന്നും ഓർമ്മയില്ല. അതായത് അവളുടെ പാരൻസിനെ, അവളുടെ ഹസ്ബൻഡിനെ, അവളുടെ ചിൽഡ്രനെ ഒന്നും ഓർമ്മയില്ല. ഷീ ലോസ്റ്റ് യുവർ ദ ലോങ്ങിങ് ഇൻ ഹെർ ഹേർട്ട്. അവളുടെ ഉള്ളിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ലോങ്ങിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്.
She lost her way but stepping off the path that seemed to be the right one for her. അവളുടെ വഴിയൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു. She lost her way by stepping off the path that seemed to be the right one for her. പക്ഷെ അവളുടെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് അവൾക്ക് തോന്നി അവൾക്ക് ശരിയായിട്ടുള്ള ഒരു പാതയാണെന്ന് അവൾക്ക് തോന്നി. In the same way that Helen left her husband, family and home behind. അപ്പോൾ ഈ ഒരു സെയിം വേയിലാണ് അവൾ എന്ത് ചെയ്തത്? അവളുടെ ഹസ്ബൻഡിനെയും ഫാമിലിനെയും ഒക്കെ അവൾ ലെഫ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്, ഉപേക്ഷിച്ചത്. Sappho states that she would rather see and love what Anactoria loves than gaze on or all the troops in Lydia. അപ്പോൾ ഹെലൻ ചെയ്ത ആ ഒരു രീതി തന്നെയാണ് അനക്ടോറിയയും ഹെലൻ ലവ് ചെയ്തിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് അനക്ടോറിയയും ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് റിമൈൻഡ്സ് മീ നൗ അനക്ടോറിയ. അപ്പോൾ ഈ ഒരു ഹെലൻ്റെ വഴി തന്നെയാണ് അനക്ടോറിയയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് അനക്ടോറിയയെ ഹെലനെ പോലെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷീ ഈസ് നോട്ട് ഹിയർ ആൻഡ് ഐ വുഡ് റാദർ സീ ഹെർ ലവ്ലി സ്റ്റെപ്പ്, ഹെർ sparkling glance and her face than gaze on all the troops in Lydia in their chariots and glittering armor. Okay, in these lines, their glittering armor എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന കവചം. Their glittering armor is nothing compared to her sparkling glances. Sparkling glance എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന നോട്ടം. അപ്പോൾ ഈ ഒരു ഗ്ലിറ്ററിങ് ആർമർ, ഈ ഒരു തിളങ്ങുന്ന കവചം ഒന്നുമല്ല എന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു ഹെർ സ്പാർക്ലിംഗ് ഗ്ലാൻസ്, അവളുടെ തിളങ്ങുന്ന ആ ഒരു നോട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്ലിറ്ററിങ് ആർമർ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഷീ ഈസ് സജസ്റ്റിംഗ് ദാറ്റ് no matter what anyone else thinks, it's what one loves the most that is going to direct their life. അതായത് ഇതിൽ പറയുന്നത്, അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വെറീഡ് ആവേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ്സ് വാട്ട് വൺ ലവ്സ് ദ മോസ്റ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിറക്റ്റ് ദെയർ ലൈഫ്. അതായത് ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഒരു ഡിറക്റ്റ് ദെയർ ലൈഫ്, ഗോയിങ് ടു ഡിറക്റ്റ് ദെയർ ലൈഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, The Anactoria poem by Sappho is a love poem with philosophy at its heart, in which Sappho considers what is beautiful and what is meaningful. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം, അനക്ടോറിയ പോം, സാഫോയുടെ ഒരു ലവ് പോയമാണ്. അതുപോലെ ഇതിൽ ഒരുപാട് ഫിലോസഫി അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ സാഫോ കൺസിഡർ ചെയ്യുന്നത് വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് ഈസ് മീനിങ്ഫുൾ, എന്താണ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ എന്താണ് മീനിങ്ഫുൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇൻ ദ സ്റ്റാൻസസ് ഓഫ് ദിസ് പീസ്, Sappho, or at least the speaker she is channeling for this poem, addresses the nature of beauty and love. അപ്പോൾ ഈ ഒരു പോയത്തിൽ സ്പീക്കർ അഡ്രസ്സ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ബ്യൂട്ടി അതുപോലെ ലവിനെ കുറിച്ചിട്ടാണ്. ഷീ നോസ് ദാറ്റ് വാട്ട് ഷീ ലവ്സ് ഈസ് ദാറ്റ് വിച്ച് ഹെർ ലവർ അനക്ടോറിയ ലവ്സ്. അതായത് ഷീ നോസ് ദാറ്റ് വാട്ട് ഷീ ലവ്സ് ഈസ് ദാറ്റ് വിച്ച് ഹെർ ലവർ അനക്ടോറിയ ലവ്സ്. അതായത് അവളുടെ ലവർ അനക്ടോറിയ ലവ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് സ്പീക്കർ ലവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഷീ തിങ്സ് ദീസ് സെയിം തിങ്സ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് വർത്ത് അഡ്മിയറിങ്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രിഫറൻസസ് നമ്മൾ ലവ് ചെയ്യുന്നതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് എന്നാണ് പറയുന്നത്. അതുപോലെ വർത്ത് അഡ്മിയറിങ് ആയിട്ടുള്ള ഒന്ന് ഇതാണെന്നാണ് പറയുന്നത്. Sappho uses the example of Helen leaving her family, friends and home as proof. അതായത് ഇതിനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു അല്യൂഷൻ പറയുന്നുണ്ട്. ഹെലൻ ഓഫ് ട്രോയ് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഹസ്ബൻഡിനൊക്കെ അവൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അനക്ടോറിയ ഈസ് സാഫോസ് ലവർ. അനക്ടോറിയ സാഫോയുടെ ലവറാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ടു വൂം ദ പോം ഈസ് അഡ്രസ്ഡ്. അതുപോലെ ആരെക്കുറിച്ചിട്ടാണോ ഈ ഒരു പോയം അഡ്രസ്സ് ചെയ്യുന്നത്
അതാണ് അനക്ടോറിയ എന്നാണ് പറയുന്നത്. അനക്ടോറിയ is Sappho's lover and the question in it is appropriate for a lyric poem only. The most beautiful of sights the dark earth offers. What is it? Well, it depends on who you are. For beauty, for Sappho, is a matter of perspective. Whatever one finds the most beautiful is whatever you love. Beauty is a function of love എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തുമ്പോൾ എന്താണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്? വാട്ട് എവർ യു ലവ്, നിങ്ങൾ എന്തിനാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, ദാറ്റ് ഇസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് സാഫോ പറയുന്നത്. ബ്യൂട്ടി ഈസ് എ ഫങ്ഷൻ ഓഫ് ലവ്. ബ്യൂട്ടി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ലവ് എന്നാണ് സാഫോ പറയുന്നത്. സാഫോ ദെൻ ഗോസ് ഓൺ ടു ഷോ ദിസ് ടു ബി ട്രൂ യൂസിങ് ദ എക്സാമ്പിൾ ഓഫ് ഹെലൻ ഓഫ് ട്രോയ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട്, അതായത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് വാട്ട് എവർ യു ലവ്, നിങ്ങൾ ലവ് ചെയ്യുന്ന എന്താണോ അതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ബ്യൂട്ടി ഈസ് എ ഫങ്ഷൻ ഓഫ് ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു എക്സാമ്പിൾ സാഫോ പറയുന്നുണ്ട്. അതാണ് ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്നത്. ദൗ ഹെർ ഫിസിക്കൽ ബ്യൂട്ടി വാസ് allegedly the greatest. Helen herself did not think so and left her life in order to cavort with Paris, to wander with longing. അതായത് ഹെലൻ ഓഫ് ട്രോയ് അവൾ ഫിസിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വുമണാണ്. പക്ഷേ അവൾ അതിനെക്കുറിച്ചിട്ട് അവൾ തിങ്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവൾ അവളുടെ ലൈഫ്, അവളുടെ പാരൻസ്, അവളുടെ ഫാമിലി ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ടു വാണ്ടർ വിത്ത് ലോങ്ങിങ്, അവൾ എന്ത് ചെയ്യാണ്, പാരീസിൽ വാണ്ടർ ചെയ്യാണ് വിത്ത് ലോങ്ങിങ് എന്നാണ് പറയുന്നത്. Sappho reveals her taste in beauty at the end of the poem, saying that what she loves best is this woman, that Sappho would rather see Helen's glittering face than all of the power in the world. അതായത് ഇതിൽ ഈ പോയത്തിൻ്റെ അവസാനത്തിൽ സാഫോ പറയുന്നുണ്ട്, ഞാൻ എന്താണ്, അതായത് ഗ്ലിറ്ററിങ് ആർമറിനെ സാഫോ പറയുന്നുണ്ട്, ഗ്ലിറ്ററിങ് ആർമർ ഈസ് നത്തിങ് കമ്പയർഡ് ടു എ സ്പാർക്ലിംഗ് ഗ്ലാൻസ്. അതായത് ഹെലൻ ഓഫ് ട്രോയുടെ കണ്ണുകളിൽ ആ ഒരു തിളങ്ങുന്ന നോട്ടത്തിന് ഈ ഒരു ഗ്ലിറ്ററിങ് ആർമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലിറ്ററിങ് ആർമർ ഈസ് നത്തിങ് എന്ന് സാഫോ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഹെലൻസ് ഗ്ലിറ്ററിങ് ഫേസ് ദാൻ ഓൾ ഓഫ് ദ പവർ ഇൻ ദ വേൾഡ്. അതായത് ഈ ഒരു ലോകത്തെ എല്ലാ പവറും ഹെലൻസിൻ്റെ ആ ഒരു ഗ്ലിറ്ററിങ് ഫേസിൽ, ആ ഒരു ഗ്ലാൻസിൽ, അവളുടെ ആ ഒരു സ്പാർക്ലിംഗ് ഗ്ലാൻസിൽ ഒന്നുമല്ല എന്നാണ് ആര് പറയുന്നത്, സാഫോ പറയുന്നത്. ദിസ് ഈസ് എ ഫിലോസോഫിക്കൽ പോയം ദാറ്റ് ടേൺസ് ഇൻ ടു ലവ് പോയം. ഇതൊരു ഫിലോസോഫിക്കൽ പോയമാണ്, അതൊരു ലവ് പോയമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫോം of the poem. 5 stanzas poem that is separated into sets of 4 lines. ഇതൊരു 5 stanza ഉള്ളൊരു പോയാണ്. അത് 4 lines ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് quatrains. 5 stanzas poem that is separated into sets of 4 lines known as quatrains. Especially in this case sapphic stanzas. നമ്മൾ സാഫോയുടെ ഒരു പോയാണ് പഠിക്കുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ ഒരു അവസരത്തിൽ സാഫിക് സ്റ്റാൻസാസ് എന്ന് വിളിക്കാം. ദിസ് റെഫേഴ്സ് ടു സ്റ്റാൻസ ദാറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് 4 lines, the first 3 of which contains 11 syllables and the last which contains 5 syllables. Okay.